തിരുവനന്തപുരം ചെമ്പഴന്തി SN കോളേജിൽ അധ്യാപകരെ മർദ്ദിച്ചു എന്ന പരാതിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. 4 പേർക്കെതിരെയാണ് നടപടി. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഉന്മേഷ്, ഈ ചെമ്പഴന്തി SN കോളേജിലെ കെമിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ബിജുവിനെ മർദ്ദിച്ച സംഭവത്തിലാണ് ഈ കഴക്കൂട്ടം പോലീസ് 4 വിദ്യാർത്ഥികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കോളേജിലെ തന്നെ ഗണിതശാസ്ത്ര ബിരുദ വിദ്യാർത്ഥികളായ ആദിത്യൻ, സെന്തിൽ, ശ്രീജിത്ത്, സോഷ്യോളജി വിദ്യാർത്ഥിയായ അശ്വിൻനാഥ് എന്നിവർക്കെതിരെയാണ് ഈ പോലീസ് കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ ക്യാമ്പസിനുള്ളിൽ ഇരുചക്ര വാഹനത്തിൽ എത്തിയിരുന്ന ഈ വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഈ വാഹനവുമായി ഇതിനകത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയുകയും അതിനെ തുടർന്നുണ്ടായ വാക്കേറ്റം, അതിനുശേഷം ഈ അധ്യാപകനെ വാഹനത്തിൽ നിന്ന് വിളിച്ചിറക്കി ഈ മർദ്ദിക്കുകയായിരുന്നു. ഈ അധ്യാപകരുടെയും മറ്റ് അധ്യാപകരുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് മർദ്ദനം ഉണ്ടായത്. ഈ കോളേജിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് ഈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളും പോലീസിന് കേസ് നൽകിയിട്ടുണ്ട്. അതിൽ ഇതുവരെയും കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ജോസ്വിൻ ജോസഫ് പറയുന്നുണ്ട്, ഓണമാകുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കുമോ സർക്കാർ? മരുന്നിന് പോലും പണമില്ല പാവങ്ങൾക്ക്. ജോസ്വിൻ പല ഘട്ടങ്ങളിലായി ഈ പെൻഷന്റെ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. സർക്കാർ അത് കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ജോസ്വിൻ.